ഹലോ ഗൈസ്, അന്നയുടെ എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു പുറത്തേക്കൊന്ന് കറങ്ങാൻ ഇറങ്ങാമെന്ന്. ഞങ്ങൾ ബുർജ് അൽ അറബ് ഹോട്ടലിൻ്റെ ഭാഗത്തേക്കാണ് പോയത്, ജുമിറ. അവിടെ ഞങ്ങൾ എപ്പോഴും പോകുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫിഷ് മാത്രം കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് ഉംസുക്കിം 2-വിലാണ്. ആ കാണുന്നത് ജുമേറ ബീച്ചാണ്. ബീച്ചിനടുത്താണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്, ബിക്കുത്ത റെസ്റ്റോറൻറ്റ്. ഇത് സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ സാധാരണ പാർക്കിംഗ് ഒന്നും കിട്ടാറില്ല കേട്ടോ, അത്രക്ക് തിരക്കായിരിക്കും. ഞങ്ങൾക്ക് ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടിയത്. ഇവിടെ പുറത്തിരുന്ന് കഴിക്കണമെങ്കിൽ പുറത്തിരുന്ന് കഴിക്കാം കേട്ടോ. ഇവിടെ തണുപ്പ് സ്റ്റാർട്ടായെങ്കിലും ചെറിയൊരു ചൂടുണ്ട്, അതുകൊണ്ട് എല്ലാവരും അകത്തിരുന്നാണ് കഴിക്കുന്നത്. ഫിഷ് നമ്മൾ ഏത് കാണിക്കുന്നു അത് നമുക്ക് ഗ്രില്ല് ചെയ്ത് തരും കേട്ടോ. ഇവരിത് കടലീത് പിടിച്ച് ഫ്രഷ് ആയിട്ട് മസാല പുരട്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ കാളാഞ്ചി എന്ന് പറയുന്ന മീനാണേ വാങ്ങിയത്. ഇത് കിലോത്തിന് 75 ദിറംസ് ആണേ പറഞ്ഞത്. പക്ഷേ ഫിഷിന്റെ വെയിറ്റ് അനുസരിച്ച് റേറ്റ് ചേഞ്ച് ആവും. ഞങ്ങളൊരു 14 കൊല്ലമായിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വരാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ്. ഈ റൈസും ഫിഷ് ഫ്രൈയും ഒക്കെ കണ്ടോ, ഈ ഒരു സെറ്റിന് 12 ദിറംസ് ആണ്. ഇതിൻ്റെ കൂടെ ഒരു മീൻ കറി കൂടെ കിട്ടും കേട്ടോ. ആ ഒരു ഗ്രേവി മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാൻ. ഇത് ഞങ്ങൾ എക്സ്ട്രാ വാങ്ങിയ കാളാഞ്ചിയാണ്. ഇത് ആ 12 ദിറംസിൽ പെടാത്ത കാളാഞ്ചിയാണ് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മീൻ കറി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഞങ്ങളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ മീൻ കറി. പിന്നെ ഒരു പരിപ്പ് കറി കൂടെ കിട്ടും കേട്ടോ. കാളാഞ്ചി ഒഴിച്ച് ബാക്കി എല്ലാം 12 ദിറംസിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഈ റൈസും ഫിഷ് ഫ്രൈ ഒക്കെ 12 ദിറംസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, അത് സാറ്റർഡേ ഉച്ചക്ക് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഒരു ഫാൻ്റെ കൂടെ വാങ്ങി കേട്ടോ. ഇവിടെ മലയാളികൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് രാജ്യക്കാർ വന്ന് ഫുഡ് കഴിക്കാറുണ്ട്. ഇവരുടെ ഫിഷിൻ്റെ മസാലയൊക്കെ നല്ല ടേസ്റ്റാണ്. ഫിഷ് ഫ്രൈ ഒക്കെ കണ്ട എന്ത് സോഫ്റ്റ് ആണെന്നോ. എനിക്ക് പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഫിഷിൻ്റെ മീൻ കറിയുടെ ചാറാണ് കേട്ടോ. ആ മീൻ ചാറ് കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ എനിക്ക്. പിന്നെ ഫിഷ് ഏറ്റവും കൂടുതൽ വീട്ടിൽ ഇഷ്ടമുള്ള ആളാണ് കേട്ടോ അമൽ ഫിഷ് കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ കൊതി വരും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് പാർക്കിലേക്കാണ് കേട്ടോ. ആ ഭാഗത്ത് തന്നെയാണ് കേട്ടോ, ജുമേറ ബീച്ചിന്റെ സൈഡിൽ തന്നെയുള്ള ഒരു പാർക്കാണ്. ഇവിടെ അല്ല, വേറെ പാർക്ക്. ഓക്കെ. അപ്പോൾ 2 പേർ ഇങ്ങനെ കാക്കനെ നോക്കി നിൽക്കുകയാണ് കുട്ടികളെ. ഈ 2 കാക്കനെ നോക്കി they eaten 2 plate rice and 4 fish and they are too much tired. ഇത് ഹോട്ട് ഫിഷ് റെസ്റ്റോറൻറ്റ്. ഇതും അതുപോലെ തന്നെ സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. എന്താ കാക്ടസ്. എടാ എന്നെ കൂടെ കൊണ്ടോടോ. നിങ്ങളുടെ വണ്ടി നോക്കണേ. ഇവിടെ ഒരു റീസൈക്ലിംഗ് സെൻറ്റർ കണ്ടിട്ടാ. ഇപ്പോൾ ഒരു 4:30 ആയിട്ടോ. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് കരാമയിലേക്കാണ്. അവിടെ ദുബായ് ഫ്രെയിമിനടുത്ത് അൽ നാസർ മാളുണ്ട്. അവിടെ ഓണം പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. നൈറ്റാണ്, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്.
സിംഗർ ഫെജോ വരുന്നുണ്ട് കേട്ടോ. ഫെജോ വരുന്നുണ്ട്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസനൊക്കെ വരുന്നുണ്ട്. ഫെജോൻ്റെ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമല അതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോവാണ്. വരുന്ന വഴിക്കാണ് പറഞ്ഞത് ഫെജോയൊക്കെ വരുന്നുണ്ടെന്ന്. 6 o'clock കേട്ടോ ഓണം പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ആകുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം കാണാൻ എത്തിയിട്ടോ. കറക്റ്റ് 6 o'clock തന്നെ സ്റ്റാർട്ടായിട്ടോ. ഫാഷൻ ഷോയൊക്കെ ഉണ്ടായേ. ധ്യാൻ ശ്രീനിവാസന് ബുള്ളറ്റിലാണ് കേട്ടോ വരണേ. പിന്നെ അവിടെ സദ്യയൊക്കെ ഉണ്ടായിട്ടോ. സദ്യക്ക് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. അത് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ ബുക്ക് ചെയ്യണം. വിനീത് ശ്രീനിവാസൻ്റെ സോങ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്താ വോയിസ് എന്നോ, കോപ്പിറൈറ്റ് കിട്ടിയാലോ എന്ന് വിചാരിച്ചാണ് അവരുടെ വോയിസ് ഒന്നും ആഡ് ചെയ്യാത്തേ. നല്ല രസമുണ്ടായിട്ടോ വിനീത് ശ്രീനിവാസൻ്റെ സോങ്. നമ്മൾ കേട്ടിരുന്നു പോകും. ഇതാ ഫെജോയും വന്നു. ഫെജോൻ്റെ സോങ് അല്ലാതെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പുലർച്ചെ 2:30 ആയിട്ടോ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. മൂന്ന് 50 ആയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല കേട്ടോ. ഓക്കെ ഗൈസ്.